2026 ജൂൺ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മൂല നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. കുടുംബ സൗഖ്യം ഉണ്ടാകും, കുടുംബത്തിൽ ഐക്യം, കുടുംബ സമാധാനം എന്നിവ ഉണ്ടാകും. ധനസമൃദ്ധി ധാരാളം ഉണ്ടാകും, അതുപോലെ ധാന്യങ്ങളുടെ സമൃദ്ധിയും ഉണ്ടാകും. മനോദുഃഖം മാറിക്കിട്ടും. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിചാരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ ദമ്പതിമാർ തമ്മിൽ പിണങ്ങി അകന്ന് നിൽക്കുന്നവർ, ചിലപ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാകും, പിരിയാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും, അതെല്ലാം മാറിക്കിട്ടി യോജിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്, പല വഴികൾ കൂടി ധനം പാഴ് പോയിക്കൊണ്ടിരുന്നത്, പാഴ് ചെലവ് വന്നുകൊണ്ടിരുന്നതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. എല്ലാവരോടും വഴക്കും ബഹളവും ദേഷ്യവും ഉണ്ടായിരുന്നത് മാറി ശാന്തി ലഭിക്കുന്നു. സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു ദ്രോഹപരമായ നടപടികൾ അവസാനിച്ചു കിട്ടും. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. റിമാൻഡിൽ കഴിയുന്നവർക്ക് ജാമ്യം കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. കാര്യങ്ങൾ നടക്കുന്നതിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. കാര്യ തടസ്സമെല്ലാം മാറി കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ശരീരത്തിലുണ്ടായ ക്ഷതങ്ങൾ മാറിക്കിട്ടുന്നു. മക്കൾക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. രോഗമായാലും മറ്റു സങ്കടങ്ങളായിരുന്നാലും എല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ ശത്രുശല്യം കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണുന്നു. ഒന്നിൽ കൂടുതൽ ധനമാർഗം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. 2026 ജൂൺ മാസം 2-ാം തീയതി ഗുരുസംക്രമണം നടക്കുന്നതിനാൽ ശനിദോഷങ്ങളും മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ മോശമായ വ്യക്തിത്വം മാറി നല്ലൊരു വ്യക്തിത്വം വരുന്നതിന് സാധിക്കുന്നു. കോടതി കേസുകളെല്ലാം ഉണ്ടെങ്കിൽ അതിനെ വിജയം കണ്ടെത്താൻ സാധിക്കുന്നു. അകന്നുപോയ ബന്ധുമിത്രാദികൾ തിരികെ വരുന്നു. നാൽക്കാലികളെ വളർത്തി കച്ചവടം ചെയ്യുന്നവർക്ക് ധാരാളം സമ്പത്ത് ലഭിക്കുന്നു. കൃഷിക്കാർക്കും കാർഷിക മേഖലയിലെ ജോലി ചെയ്യുന്നവർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. പുതിയ വാഹനം, വീട് എന്നിവ വാങ്ങാൻ സാധിക്കും. പുതിയ വീട്ടിൽ താമസിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഉപാസനാഭംഗം, അതായത് മതപരമായ ആരാധനകളും പ്രാർത്ഥനകളും ഒഴിവാക്കരുത്. സ്ഥാനീയർക്ക് ദുരിതം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനടിസ്ഥാനത്തിലാണ് ഇനി പ്രവചിക്കാൻ പോകുന്നത്. ആദ്യം മൂലം നക്ഷത്രക്കാരുടേതാണ്. 2.5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങളും ഇത്തിരി കഷ്ടപ്പാടൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കൊച്ചു താമസിക്കുന്ന വീട്ടിൽ മോഷണം പലതും നടക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ പലതും നഷ്ടപ്പെടാം. അപ്പം വളരെ ശ്രദ്ധിക്കുക. ചിലർ അന്യദേശവാസം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കുട്ടി സഹിതം കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് വേറെ നാട്ടിലേക്ക് പോയി താമസിക്കാം, ജോലി സംബന്ധിച്ചാകാം. 20 വയസ്സ് വരെ ഉള്ളവർക്ക് ഉള്ള മൂലം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. തടസ്സങ്ങൾ വരും എന്ന് തോന്നുമെങ്കിലും തനിയെ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസം ലഭിക്കാം. ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തുന്നു എങ്കിലും അതൊന്നും വിദ്യാഭ്യാസത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. എന്നാൽ ചിലർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ധനനാശവും വരാം. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ചെലവുകൾ കൂടാം. ധനപരമായ അച്ചടക്കം ഇവിടെ പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലവുകൾ ചുരുക്കുക, വിനോദങ്ങൾ കുറയ്ക്കുക, കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും നിർത്തുക. അതുപോലെ തന്നെ ചില രോഗങ്ങൾ വരുവാനൊരു സാധ്യത ഉള്ളതിനാൽ യഥാസമയം ചികിത്സ നേടേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനകളൊക്കെ ഈ സമയം വളരെ പ്രയോജനം ലഭിക്കും. 26 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ഈ സമയം വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണ്. വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാം. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം. ശാരീരികമായും മാനസികമായും ആരോഗ്യപരമായും നല്ല ഒരു സമയമാണ്. സ്വന്തമായി ഭൂമിയും വീടും വാഹനമെല്ലാം വാങ്ങുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിയും ശക്തിയും വർദ്ധിക്കും. എന്നാൽ ചില രോഗങ്ങൾ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, ചില പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ ചില രോഗങ്ങൾ ഉണ്ടാകാം.
36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ വേണ്ടി വന്നതായിട്ടാണ് കാണുന്നത്. വയറു സംബന്ധിച്ചുള്ള അവയവങ്ങൾക്കുള്ള സർജറി ആകാം. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൃഷിഭൂമി നിമിത്തമായി തർക്കങ്ങൾ വരാം, അതിർ തർക്കങ്ങളോ അല്ലെങ്കിൽ കൃഷിഭൂമിയിലെ തർക്കങ്ങളോ വരാം. ചില ആപത്തുകൾ വരുന്നതിന് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ബുദ്ധി നശിക്കുമെന്നല്ല, ആലോചിക്കേണ്ട ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഒരു സംരംഭമോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അനുഭവ സമ്പത്തുള്ളവരോടെയും വിശ്വാസമുള്ളവരോടെയും ചോദിച്ച് അത് ചർച്ച ചെയ്തതിന് ശേഷം ആയിരിക്കുക നല്ലത്. അന്യദേശത്തേക്ക് യാത്ര ചെയ്യാനും ഒരു യോഗമുണ്ട്. അതുപോലെ ചിലർക്ക് ധാരാളം സമ്പത്തും ഐശ്വര്യങ്ങളും ഓർക്കാപ്പുറത്ത് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. വാഹനവും വീടും എന്നിവ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം പണം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മനസമാധാനവും ഐശ്വര്യങ്ങളും ലഭിക്കാം. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി സുഖജീവിതം നയിക്കുന്നതിനും യോഗം കാണുന്നു. അതുപോലെ ചെയ്ത തൊഴിലിൽ നിന്ന് ധാരാളം സമ്പാദ്യങ്ങൾ അവർക്ക് വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ചിലർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ലഭിച്ചേക്കാം. ഭൂസ്വത്ത് സ്വന്തമാക്കാനും ഉത്തമ വാഹനം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനെല്ലാം ഈ സമയത്ത് ഭാഗ്യമുണ്ട്. അടുത്ത് പൂരാടം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു ഒത്തുചേരലുകൾ നടക്കാം. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാം. ചിലർക്ക് അച്ഛനും അമ്മയും കൂടി വഴക്കിട്ട് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായി ദൂരെ താമസിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ബന്ധം വേർപിരിയുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരെങ്കിലും ഒരാളിൻ്റെ വാത്സല്യം മാത്രം ലഭിക്കുന്നതിനും ചിലർക്ക് ഒരു യോഗം കാണുന്നു. എന്നിരുന്നാലും ധനത്തിനും മറ്റ് ഐശ്വര്യത്തിനും സംരക്ഷണത്തിനും ഒന്നും ഒരു കുറവ് വരുന്നില്ല. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ചില സാമ്പത്തിക നഷ്ടങ്ങൾ കുടുംബത്തിനുണ്ടാകാം. സ്വന്തം നാട്ടിൽ നിന്നും മാറി അന്യനാട്ടിലേക്ക് വസിക്കുന്നതിനും സാധ്യതയുണ്ട്. വാഹനാപകടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം മുടക്കമില്ലാതെ നടന്നു പോകാം. ചിലർക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ചെറിയ ഒരു വ്യത്യാസം വരാം. അതിനുള്ള ചികിത്സയും വേണ്ടി വന്നേക്കാം. വിദ്യാഭ്യാസം മുടങ്ങാതെ പോകും. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ധനം, ധാന്യ, ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ പൂർത്തിയാക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വളരെ ആഗ്രഹിച്ചിരുന്ന തൊഴിലിൽ പ്രവേശിക്കാനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ ഇഷ്ടമുള്ള ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനൊക്കെ അവർക്ക് യോഗമുണ്ട്. ചിലർക്ക് ശത്രുക്കൾ പല വിധത്തിലും ശല്യം ചെയ്യാൻ വന്നേക്കും. ചില രോഗങ്ങൾ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഈ സമയം ശത്രുവാരും മിത്രമാരെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് അത്യാവശ്യമായി ചില സർജറികളോ മറ്റു ചികിത്സകളോ വേണ്ടി വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തീപ്പൊള്ളൽ, ഇലക്ട്രിക്കൽ ഷോക്ക് എന്നിവ ഉണ്ടാകാൻ ഒരു സാധ്യത ഉള്ളതിനാൽ അത്തരം വസ്തുക്കളിൽ നിന്ന് ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ ചതി, വഞ്ചന എന്നിവയിൽ പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദേഹത്ത് മുറിവ് പറ്റുന്നതിന് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം വരുന്നതിനൊരു സാധ്യതയുണ്ട്. മരിക്കും എന്നല്ല, ഒരു ഭയം, അകാരണമായ ഒരു കാരണമില്ലാതെ ഒരു ഭയം എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാം. ജീവിതത്തോടെ ഒരു വെറുപ്പും നിരാശയും ഒക്കെ തോന്നുന്ന ഒരു സമയം വരാം. ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ബുദ്ധി ഇല്ലായ്മ പോലെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ഈ സമയം ഭക്ഷ്യവിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ ശരീരത്തിന് ഒടിവ്, ചതവ് എന്നിവ വരുന്നതിനൊരു സാധ്യത കാണുന്നതിനാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ചെറിയ ഒരു അംഗവൈകല്യം കാണുന്നുണ്ട്. ചെറിയൊരു മുടന്തൽ മാതിരി ഉള്ള ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ശരീരത്തിന് ബലക്ഷയം വന്നേക്കാം. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം പരിഹാരമായി നല്ലൊരു സമയമാണിത്. അവർക്ക്
ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു. ചിലർ ആത്മീയതയിൽ ഇത് അർപ്പിക്കാൻ സാധിക്കുന്നു, വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ശത്രുശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചില ആൾക്കാർക്ക് മാത്രം, ചെറിയൊരു പൂയപ്പൂരാട നക്ഷത്രക്കാർക്ക് ചിലർക്കൊരു ചെറിയ മോശം സമയമാകുന്നു. അപവാദം കേൾക്കേണ്ട ഒരു സാഹചര്യം വരാം. ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ വരാം. ചിലർക്ക് അവർക്ക് വിദേശവാസം ചെയ്യുന്നതിനൊരു യോഗവും കാണുന്നുണ്ട്. ഉത്രാട നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനം വരാം. വസ്തുവകകളോ വീടോ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പുതിയ വീട്ടിൽ താമസിക്കുന്നതിന് ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിന് ചില തടസ്സം വരുമെങ്കിലും പിന്നീട് അതെല്ലാം ശരിയായി മുന്നോട്ട് പോകാം. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഇതിൽ ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വന്നേക്കാം. പഴി കേൾക്കേണ്ടി വരാം. അശ്രദ്ധയും മോശമായ കൂട്ടുകെട്ട് നിമിത്തം പോലീസ് പരാതികളും കേസുകളൊക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം വരാം. ഒടുവിൽ ആരോഗ്യം തൃപ്തികരമാകും. വിദ്യാഭ്യാസം തുടർന്ന് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ചിലർക്ക് അന്യദേശവാസം ചെയ്ത് അവിടെയും പഠിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പല ആപത്തുകളും ഉണ്ടാകാം. മാനസിക സംഘർഷം വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർ ഗവേഷണ രംഗത്തേക്ക് തിരിയുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും വലിയൊരു തുക ഗവേഷണത്തിന് വേണ്ടി അവരെ സഹായിക്കുവാനായിട്ട് ഒരു ഭാഗ്യം കാണുന്നുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ഈ കാലഘട്ടം കഴിഞ്ഞവർക്ക് അവർക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നുമില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കും. ബുദ്ധിക്ക് ഒന്നുകൂടി അവർക്ക് ഒരു സ്ഥിരതയുണ്ടാകും. ആലോചനാശേഷി വർദ്ധിക്കും. തൊഴിൽ സംബന്ധിച്ച് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകും. ശത്രുക്കൾ പ്രബലരായിരിക്കാൻ സാധ്യതയുണ്ടാകാം. അതിനാൽ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപമാനം, മാനഹാനി ഇവ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഒരു ഇണയുടെ വേർപാടിവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവർ ദൂരസ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. അതുപോലെ ആലോചിക്കാതെ ഒരു സംരംഭങ്ങളും ഈ സമയത്ത് തുടങ്ങരുത്. എന്തോരം ധാരാളം ലാഭം കിട്ടുമെന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാലും നിങ്ങളൊരു സംരംഭം ഈ സമയം തുടങ്ങരുത്. സാമ്പത്തിക നഷ്ടം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കാറാനൊരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ആരോഗ്യം തൃപ്തികരമായിരിക്കും. ധനം ധാരാളം ഉണ്ടാകും. 70 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. രോഗപീഠ ഉണ്ടാകാം. എന്നിരുന്നാലും ധനത്തിനും ധാന്യത്തിനും യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിച്ചവർക്ക് ഏറെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അവർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കൂടിയുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.